കർണാടകയിലെ രേണുകാസ്വാമി കൊലക്കേസ് പ്രതിയും അഭിനേതാവും ദർശൻ സിനിമാ ഷൂട്ടിംഗിന്റെ ഭാഗമായി തായ്ലൻഡിലാണ്. കൊലക്കേസിലെ മുഖ്യപ്രതിയായ ദർശൻ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യവും പ്രത്യേക അനുവാദവും നേടിയെടുത്താണ് വിദേശത്തേക്ക് പറന്നത്. ഹൈക്കോടതി നടപടിയിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2024 ഡിസംബർ 13 ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. കന്നഡ അഭിനേതാവായ ദർശൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡെവിൽ സിനിമയുടെ ഷൂട്ടിംഗ് തായ്ലാന്റിൽ തുടരുകയാണ്. ഫൂക്കറ്റ്, ക്രാബി, ബാങ്കോക്ക് എന്നിവിടങ്ങളിൽ ഗാന ചിത്രീകരണം നടത്തുന്നതിനും മൊണ്ടാഷ് ഷോട്ടുകൾ എടുക്കുന്നതിനും 10 ദിവസത്തെ പ്ലാൻ തയ്യാറാക്കിയാണ് ടീം ഇന്ത്യയിൽ നിന്ന് പറന്നത്. ഇതിനു മുൻപും ഹൈക്കോടതി നൽകിയ പ്രത്യേക ഇളവുകൾ ഉപയോഗിച്ച് കൊലക്കേസ് പ്രതിയായ ദർശൻ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. ഒരു കൊലക്കേസിലെ മുഖ്യപ്രതി അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് വലിയ വിമർശനം ഇതിനോടകം രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. കർണാടകയെ ഞെട്ടിച്ച രേണുകാസ്വാമി കൊലക്കേസിൽ പ്രതിയായ ദർശന് ജാമ്യവും വിദേശത്തേക്ക് കടക്കാൻ അനുവാദവും നൽകിയ ഹൈക്കോടതി നടപടിക്കെതിരെ കർണാടക സർക്കാർ ശക്തമായ എതിർപ്പ് സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. കന്നഡ സിനിമാ ലോകത്ത് ആരാധകരേറെയുള്ള അഭിനേതാവാണ് ദർശൻ. ഡി ബോസ് എന്ന വിളിപ്പേരും ആരാധകർക്കിടയിൽ ദർശനുണ്ട്. മുതിർന്ന കന്നഡ നടൻ ദൂഗുദീപ ശ്രീനിവാസന്റെ മകനാണ്. 2001 മജസ്റ്റിക് എന്ന സിനിമയിലൂടെ നായക വേഷത്തിലെത്തി. 2001 കന്നഡയിലെ ഏറ്റവും നല്ല വിജയചിത്രവും അതുതന്നെയായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഒരു കൊലക്കേസിൽ ദർശൻ അറസ്റ്റിലായെന്ന വാർത്ത വരുന്നത്. ആരാണ് രേണുകാസ്വാമി? എന്താണ് രേണുകാസ്വാമി കൊലക്കേസ്? കർണാടകയിലെ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി എന്ന വ്യക്തിയുടെ ശവശരീരം ജൂൺ 9 ബംഗളൂരു സോമൻഹാളിയിലെ പാലത്തിന് താഴെ അഴുക്കുചാലിൽ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്ന് കരുതിയ മരണം. അന്വേഷണം ചില ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ മരണം കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞു. മിസ്സിംഗ് കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രേണുകാസ്വാമിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് പോലീസ് വളരെ വേഗം തിരിച്ചറിഞ്ഞു. ആദ്യം പോലീസ് കസ്റ്റഡിയിലായവർ തങ്ങളാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ചിരുന്നു. സാമ്പത്തിക കാരണങ്ങളാണ് കൊലപാതക കാരണമായി ഇവർ പോലീസിനോട് പറഞ്ഞത്. സംശയം തോന്നിയ പോലീസ് അന്വേഷണം തുടർന്നു. കൂടുതൽ പേരെ ചോദ്യം ചെയ്തതോടെ ദർശന്റെ പങ്ക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബോധ്യമായി. ദർശനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന കന്നഡ നടി പവിത്ര ഗൌഡയെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ശല്യപ്പെടുത്തിയതാണ് കൊലപാതക കാരണമെന്ന് FIR-ൽ പോലീസ് പറയുന്നു. പവിത്രയും ദർശനും 2015 മുതൽ അടുപ്പത്തിലായിരുന്നു. പവിത്രയ്ക്കുണ്ടായ മാനസിക വിഷമം പരിഹരിക്കാനാണ് കൊടും ക്രൂരതയ്ക്ക് ദർശൻ തയ്യാറായത്. ചിത്രദുർഗയിലെ തന്റെ ആരാധകരെ ഉപയോഗിച്ച് പവിത്രയെ വിഷമിപ്പിച്ച രേണുകാസ്വാമിയെ കണ്ടെത്തി ബംഗളൂരുവിലെത്തിച്ചു. തുടർന്ന് രാജരാജേശ്വരി നഗറിലെ വീട്ടിലെ ഗ്യാരേജിൽ വെച്ച് രേണുകാസ്വാമിയെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചുകൊന്നു. രേണുകാസ്വാമിയെ തല്ലിക്കൊല്ലുന്നത് ദർശൻ കണ്ടാസ്വദിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മൃതദേഹം അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞത്. നേരത്തെയും ദർശനെതിരെ ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2011 ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് പരപ്പന അഗ്രഹാര ജയിലിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടുണ്ട് ദർശൻ. 2021 മൈസൂരുവിലെ ഹോട്ടലിൽ ജീവനക്കാരെ മർദ്ദിച്ചതിനും കേസുണ്ട്. 2023 ദർശന്റെ ഫാം ഹൌസിൽ വനവകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. തന്റെ ആരാധകരെ തല്ലിയ വീഡിയോസും പുറത്തുവന്നിട്ടുണ്ട്. രേണുകാസ്വാമി കൊലക്കേസിൽ പവിത്ര ഗൌഡ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നതിന് സമാനമായ നടപടികളാണ് ദർശന ജാമ്യവും രാജ്യം വിടാനുള്ള അനുവാദവും നൽകിക്കൊണ്ട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നതെന്ന രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത്. ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് തന്റെ വിവേചനാധികാരം ഇത്ര വികലമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. കേസിൽ വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് പ്രതിഭാഗത്തിന്റെയും കർണാടക സർക്കാരിന്റെയും അഭിഭാഷകരോട് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കർണാടക സർക്കാരിന്റെ ഹർജി പരിഗണിച്ചത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.